അഭിനയിക്കാൻ പോകുന്ന പടത്തിന്റെ പൂജ ചെന്നൈയിൽ നടന്നു. ഞാൻ അത് അറ്റൻഡ് ചെയ്തു. ഓക്കെ, അപ്പൊ ഞാൻ ആ പടത്തിലുണ്ട്, ന്യൂസിലൊക്കെ എൻ്റെ പേരും വന്നു. അപ്പൊ അതിന്റെ ഡയറക്ടർ എനിക്ക് മെസ്സേജ് ചെയ്യുന്നു അന്ന് April 4th. ലക്ഷ്മി എന്നെ വന്ന് കാണണം, ഞാൻ എറണാകുളത്തുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ആ ശരി സർ, ഞാൻ മെസ്സേജിലാണ്, ഞാൻ എയർപോർട്ട് പോകുമ്പോൾ ഞാൻ അങ്ങനെ വന്നിട്ട് കണ്ടിട്ട് പോവാം. അല്ല, എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ലക്ഷ്മിയുടെ അടുത്ത് ക്യാരക്ടർ ഡിസ്കസ് ചെയ്യണം, അപ്പം ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യണം. ഞാൻ പറഞ്ഞു അങ്ങനെ പറ്റില്ല, ഞാൻ കുട്ടികളൊക്കെ വിട്ടിട്ട് വന്നിരിക്കുകയാണ്, ഞാനൊരു പടം ചെയ്യാൻ ഔട്ട് സ്റ്റേഷൻ പോവാറേ ഇല്ല, പോയാലും വർക്ക് കഴിഞ്ഞ അടുത്ത മിനിറ്റ് ഞാൻ പുറപ്പെടും, എനിക്ക് സ്റ്റേ ചെയ്യാൻ പറ്റില്ല സർ. അപ്പോൾ പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചു, പിന്നെ ഇന്നിവിടെ എൻ്റെ ഒപ്പം സ്റ്റേ ചെയ്യണം, എന്നാലേ ലക്ഷ്മിക്ക് ആ റോളുള്ളൂ എന്ന്. അപ്പം എനിക്ക് മനസ്സിലായി. ഞാൻ വന്ന് നല്ലോണം മെസ്സേജ് തിരിച്ചയച്ചു, ശരിക്കും പറഞ്ഞു. അതോടെ എൻ്റെ റോള് പോയി. ഐ ഡോണ്ട് റിഗ്രറ്റ്. സംസാരിക്കുന്ന വിധത്തിലും അയാളിങ്ങനെ ടച്ച് ചെയ്ത് സംസാരിക്കുന്നത് നമുക്ക് ചിലപ്പോൾ നമ്മൾ ഫീൽ ചെയ്യില്ല, ചിലപ്പോൾ നമുക്കതൊരു ഇറിറ്റേഷൻ ആവും. നമ്മൾ കംഫർട്ടബിൾ അല്ലെങ്കിൽ ഞാനത് പെട്ടെന്ന് പറയും ഐ എം നോട്ട് കംഫർട്ടബിൾ എന്ന്. അത് പുള്ളിക്ക് പിടിച്ചില്ല. അപ്പം ഞാൻ ഷോർട്സ് ഒക്കെ കൊടുക്കുമ്പോൾ പുള്ളി ചുമ്മാ നടന്നു പോകുന്ന ഷോട്ട് 19 ടേക്കൊക്കെ എടുപ്പിക്കും. പിന്നെ പറയും ഈ മുഖത്തിൽ ലൈറ്റ് അടിക്കണ്ട, കാണാൻ കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞ് വലുതായിട്ട് സെറ്റിൽ പറയും. അപ്പം ഞാൻ പറയും ഇയാൾ എൻ്റെ അടുത്ത് അപ്പോളജൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ഷൂട്ടിന് വരില്ല. ഓൾറെഡി ഷൂട്ട് ചെയ്തു, അത് കാരണം ഐ ഹാഡ് എ ഹോൾഡ്. അത് ഡിലേഡ് ആണെങ്കിൽ പോലും വന്നില്ലേ, റിപ്പോർട്ട് പുറത്ത് വന്നില്ലേ, അത്രയെങ്കിലും നടന്നല്ലോ. അത് മലയാളം ആയതുകൊണ്ടാണ് അത് നടന്നത്. ഇന്ന് തമിഴിലും തെലുങ്കിലും ഒക്കെ നടക്കാൻ ഇന്നും 30 വർഷം 40 വർഷം അല്ലെങ്കിൽ 50 വർഷം ആവും.